നെതർലൻഡ്സ് എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത് ആംസ്റ്റർഡാം അല്ലെങ്കിൽ റോട്ടർഡാം പോലെ വലിയ വലിയ സിറ്റീസാണ്. പക്ഷേ ഇപ്പോൾ ആംസ്റ്റർഡാമിൽ വന്നിട്ട് നിങ്ങൾ ഒരു ദിവസത്തെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്നൊരു ഡച്ച് ഗ്രാമം കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു മനോഹരമായ ഡച്ച് ഗ്രാമത്തിലാണ്, ഷോൺസെ ഷാൻസ്. അപ്പോൾ എല്ലാവർക്കും യൂറോപ്യൻ സഞ്ചാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഷോൺസെ ഷാൻസിലേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഞങ്ങൾ വന്ന പോലെ കാറിൽ വരാം, അതല്ല എങ്കിൽ ആംസ്റ്റർഡാമിൽ നിന്ന് പറ്റിയൊരു ഡേ ട്രിപ്പിന് പറ്റിയൊരു സ്ഥലമാണ് ഈ ഷോൺസെ ഷാൻസ്. അതിനായിട്ട് ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷനിൽ ഒന്നെങ്കിൽ നമുക്ക് ട്രെയിനിന് വരാം. €4.10 ആവത്തുള്ളൂ നമുക്ക് ട്രെയിൻ എടുത്ത് ഷോൺസെ ഷാൻസിൽ എത്താനായിട്ട്, അതായത് സ്കാൻഡാം റെയിൽവേ സ്റ്റേഷൻ വരെ എത്താനായിട്ട്. അതല്ല എങ്കിൽ ഇവിടുന്ന്, അതായത് സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് ബസ്സും ഉണ്ട്. ഈ കാണുന്ന സിമ്പിൾ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ബസ് സ്റ്റോപ്പിലെത്താൻ പറ്റും. അവിടുന്ന് ബസ് എടുത്തു കഴിഞ്ഞാൽ ഷോൺസെ ഷാൻസിലെത്താം. സാൻ നദിയുടെ തീരത്ത് 18-19 സെഞ്ചുറികളിലെ ഒരു ഗ്രാമീണ ഡച്ച് ജീവിതം എങ്ങനെയായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു സ്ഥലമാണ് ആംസ്റ്റർഡാമിൽ നിന്നും വെറും 20 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഈ ഷോൺസെ ഷാൻസ്. അന്നത്തെ ആ ഒരു ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ കാണിച്ചു കൊടുക്കാൻ അന്ന് പണിത, ഇപ്പോഴും സംരക്ഷിക്കുന്ന പല വിൻഡ്മില്ലുകൾക്ക് പുറമെ അന്നത്തെ പോലെ ഇന്നും നിലനിർത്തുന്ന ഒരുപാട് കടകളുണ്ട് ഇവിടെ. സംരക്ഷിക്കുന്ന മാത്രമല്ല, ഇപ്പോഴും ആൾക്കാർ അന്ന് ഈ വീടുകളിലൊക്കെ താമസിക്കുന്നുമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ നെതർലൻഡ്സിനെ പറ്റി കേട്ടപ്പോഴോ അല്ലെങ്കിൽ ഈ സ്ഥലത്തെ പറ്റി നേരത്തെ അറിയാമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണുന്ന പടമാണ് ഇതുപോലത്തെ തടി കൊണ്ട് തീർത്ത ഷൂസിന്റെ പടം, വുഡൻ ഷൂസ്, ക്ലോക്സ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അങ്ങനത്തെ ക്ലോക്സ് ഉണ്ടാക്കുന്ന ഒരു വർക്ക്ഷോപ്പ് ഇവിടെയുണ്ട്. അതിപ്പോൾ ഇവിടെ ഒരു മ്യൂസിയമാണ്. അവിടെ നമുക്ക് ലൈവായിട്ട് എങ്ങനെയാണ് ഈ വുഡൻ ഷൂസ് ഉണ്ടാക്കുന്നതെന്ന് അവർ കാണിച്ചു തരും. നാഷണൽ സിംബൽ ഓഫ് നെതർലൻഡ്സ് എന്നാണ് ഈ ക്ലോക്സ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഡച്ച് ചരിത്രത്തിൽ ആ ഡച്ച് പാരമ്പര്യം ഈ ക്ലോക്ക് മേക്കിങ്ങിൽ അത് അവർ നിലനിർത്തി ഇനിയും വരുന്ന തലമുറകൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ലൈവ് ഡെമോൺസ്ട്രേഷൻ കോൺസെപ്റ്റോട് കൂടി ഈ ക്ലോക്ക് മ്യൂസിയം ഈ ഷോൺസെ ഷാൻസിൽ സ്റ്റാർട്ട് ചെയ്തത്. ഈ മ്യൂസിയത്തിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് ഫ്രീയാണ്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവർ ലൈവായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരും എങ്ങനെയാണ് അവർ ഈ ഷൂസ് അല്ലെങ്കിൽ ക്ലോക്സ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതുമാത്രമല്ല, നമുക്കിവിടെ പല ഷേപ്പിൽ, പല കളറിൽ, പല ഡിസൈനിലുള്ള, പല പാറ്റേണിലുള്ള ക്ലോക്സ് കാണുകയും ചെയ്യാം. അതുപോലെ അതിന് തൊട്ടടുത്തൊരു സൊവനിയർ ഷോപ്പും ഉണ്ട്. നമുക്ക് വേണ്ട ക്ലോക്സ് ഇവിടുന്ന് സൊവനിയറായി മേടിച്ചുകൊണ്ട് പോകാം. ഈ കാഴ്ച കണ്ടപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് തോന്നിയൊരു സംശയമാണ്, ഏത് തടി കൊണ്ടാണ് അവർ ഈ ഷൂസ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. കാരണം അവർ പറയുന്നുണ്ട് ലൈവിനകത്ത് ഇത് ഭയങ്കര സ്ട്രോങ് ആണ്, അതുകൊണ്ട് തന്നെ ഇതങ്ങനെ പൊട്ടിപ്പോവോ അല്ലെങ്കിൽ വിണ്ട് കീറുവോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല എന്നുള്ളത്. അപ്പം ശ്രീത്ത് പോയി ചോദിച്ചു ഏത് തടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന്. പോപ്പുലർ എന്ന് പറയുന്ന തടിയാണ് അവർ ഉപയോഗിക്കുന്നത് ഈ ക്ലോക്സ് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ഒരു സൊവനിയർ ആയിട്ട് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും ഈ ഷൂസ്, കാരണം ഇവിടെ ഉണ്ടാക്കുന്നത് തന്നെയാണ്. പിന്നെ നെതർലൻഡ്സിൻ്റെ ഒരു സിമ്പിളും കൂടെയാണ് ഈ ക്ലോക്സ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ എവിടെ ഏത് രാജ്യത്ത് പോയാലും അവിടുത്തെ എന്താണ് സ്പെഷ്യാലിറ്റി അത് സൊവനിയറായി കൂടെ കൊണ്ടുപോകാറുണ്ട്. അപ്പം ഈ ഷൂസ് കണ്ടു. ഇത് വളരെ കുഞ്ഞു ഷൂസാണ്, പക്ഷെ എന്നാലും €15 ഉള്ളൂ. അപ്പോൾ അത് മേടിക്കാമെന്ന് വിചാരിച്ചു സൊവനിയറായിട്ട്. അങ്ങനെ നമ്മൾ സൊവനിയറൊക്കെ മേടിച്ച് ക്ലോക്ക് വർക്ക്ഷോപ്പിലെ ലൈവ് ഡെമോൺസ്ട്രേഷനൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങി. ഇവിടെ ഇത് മാത്രമല്ല, ഒരുപാട് കാഴ്ചകളുണ്ട്. ഇനി നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ ആ കാണുന്ന ക്ലോക്ക് മ്യൂസിയത്തിൽ നിന്നാണ് ഇപ്പോൾ നടന്ന് ഇനിയിപ്പം ഈ പാലം കടന്ന് ശരിക്കും ആ ഗ്രാമത്തിലേക്ക് കയറാനായിട്ട് പോകുന്നത്. ഒരു 17-18 സെഞ്ചുറിയിൽ എങ്ങനെയായിരുന്നു ഹോളണ്ടിൽ ഒരു വളരെ പരമ്പരാഗതമായ ഡച്ച് ഗ്രാമം എന്ന് കാണണമെങ്കിൽ നമുക്ക് ഇവിടെ വരാം. കാരണം ഇത് ഇപ്പോഴും അതേപോലെ തന്നെ അവർ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ശരിക്കും നല്ല കാറ്റുണ്ട്, നമ്മളെ എടുത്തടിച്ച് കൊണ്ടുപോകുന്ന പോലത്തെ കാറ്റാണ് ഇവിടെ. എന്താണെങ്കിലും നെതർലൻഡ്സ് ശരിക്കും കനാൽസിനും അല്ലെങ്കിൽ വിൻഡ്മില്ലിനും മാത്രമല്ല ഫേമസ് ആയിട്ടുള്ള, ചീസിനും വളരെ പേര് കേട്ട ഒരു രാജ്യം തന്നെയാണ് നെതർലൻഡ്സ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെറൈറ്റി ചീസുകളുണ്ട്. ഈ ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ഷോൺസെ ഷാൻസിൽ ചീസ് ഉണ്ടാക്കുന്ന ഒരു കടയുണ്ട്. ഹെൻറി വില്ലിംഗ് എന്ന് പറയുന്ന, കത്രീന ഹോവെ എന്ന് പറയുന്ന ഒരു ഏകദേശം ഒരു ഫാം സ്റ്റൈലിൽ ഒരുക്കി വെച്ചേക്കുന്ന ഒരു ചീസ് കടയായത്. ശരിക്കും നെതർലൻഡ്സ് വന്നു കഴിഞ്ഞാൽ ചീസ് ടേസ്റ്റ് ചെയ്യാതെ പോകാൻ പാടില്ലല്ലോ.
അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പല തരത്തിലുള്ള ചീസുകൾ കാണാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇവിടെ ഈ ഡച്ച് ചീസ് ഉണ്ടാക്കുന്നതെന്ന് അറിയാം. അത് മാത്രമല്ല പല തരത്തിലുള്ള ചീസുകൾ ടേസ്റ്റ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ നമുക്ക് ഇതിനകത്തൊന്ന് കയറി നോക്കാം. ഒരുപാട് വെറൈറ്റി ചീസ്, ശരിക്കും ചീസ് ഇഷ്ടപ്പെട്ടവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പലതരം ചീസുകൾ മേടിക്കാം. ലാവൻഡർ ചീസ്, അല്ലെങ്കിൽ ഇപ്പം ഷീപ്പ് ചീസ്, ഗോഡ് ചീസ്, കൗ ചീസ്, ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഏതാണ് നമ്മൾ ഏത് വൈനിൻ്റെ കൂടെയാണ് ഏത് ചീസാണ് കഴിക്കേണ്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രമല്ല ഈ ചീസൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഏത് ചീസ് വേണോ അത് ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം. ഇവിടെ കാണുന്ന പോലെ തന്നെ അവരൊരു ലൈവ് ഡെമോൺസ്ട്രേഷൻ നടത്തും. എങ്ങനെയാണ് ഈ ഡച്ച് ശൈലിയിൽ ചീസ് ഉണ്ടാക്കുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ചീസുകളുണ്ട്, എന്തൊക്കെയാണ് ഓരോ ചീസിൻ്റെ വ്യത്യാസങ്ങൾ, എങ്ങനെ അതൊക്കെ കഴിക്കാം, അതിവിടെ മേടിക്കാൻ കിട്ടുമോ, എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ഈ ലൈവിൽ പറഞ്ഞു തരുന്നത്. ഇവിടെ ശരിക്കും എങ്ങനെയാണോ പണ്ട് കാലത്ത് അവർക്ക് ഒരു ചീസ് കട എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും അവരിവിടെ ആ ഒരു സെറ്റപ്പിലാണ് ഇപ്പോഴും ഈ കട ഒരുക്കി വെച്ചേക്കുന്നത്. അതുമാത്രമല്ല ഇവിടെ നിൽക്കുന്ന ആൾക്കാർ പോലും അതേ ആ ട്രഡീഷണൽ കോസ്റ്റ്യൂം ഇട്ടാണ് ഈ ചീസിനെ പറ്റി പറഞ്ഞു തരാനായിട്ടും അല്ലെങ്കിൽ ചീസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുകയും ലൈവ് നടത്തുകയും അല്ലെങ്കിൽ എടുത്തു തരുകയും ഒക്കെ ചെയ്യുന്നത്. പണ്ട് കാലത്തെ വിൻഡ് മില്ല് എന്ന് പറയുമ്പോൾ 17ാം സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന വിൻഡ് മില്ലുകൾ ഇപ്പോഴും പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഗ്രാമം എന്നൊരു പേര് ഈ ഷോൺസെഷാൻസിനുണ്ട്. അതുകൊണ്ട് തന്നെ 17ാം സെഞ്ച്വറിയിൽ ഏകദേശം 600-ൽ പരം വിൻഡ് മില്ലുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇവിടെ ഇത്രയും ഇല്ല. ഏകദേശം 8 എണ്ണത്തോളം അവർ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ 6 എണ്ണം ഫങ്ഷണലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആ വിൻഡ് മില്ലിൻ്റെ കാഴ്ചകളും കാണാൻ പറ്റും. നെതർലൻഡ്സിൽ ഇവിടെ മാത്രമല്ല അവരിങ്ങനെ ഈ പഴയ വിൻഡ് മില്ലുകൾ പ്രിസർവ് ചെയ്തേക്കുന്നത്. നമ്മൾ ഒരു പക്ഷേ നിങ്ങളോ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഈ യൂറോപ്യൻ സഞ്ചാരി തുടങ്ങിയ സമയത്ത് കിൻഡർഡൈക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇതുപോലെ തന്നെ ഒരുപാട് വിൻഡ് മിൽസ് അവർ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റൊക്കെ ആയിരുന്നു. അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിൻഡ് മില്ലിൻ്റെ അകത്ത് കയറി നമുക്ക് ആ പണ്ടത്തെ ആൾക്കാർ താമസിച്ചിരുന്ന ആ വിൻഡ് മില്ലിനകത്ത് താമസിച്ചിരുന്ന മുറികളും അവരുടെ അടുക്കളയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാമായിരുന്നു. ഇവിടെ നമുക്ക് ചില വിൻഡ് മില്ലുകളിൽ അങ്ങനെ കാണാം. പക്ഷേ ഇവിടുത്തെ കൂടുതലും വിൻഡ് മില്ലുകളെന്ന് പറയുന്നത് ആൾക്കാർ താമസിക്കുന്നതിനേക്കാളിലും കൂടുതൽ നമുക്കിങ്ങനെ ഈ തടി ഇറക്കാനായിട്ട് അല്ലെങ്കിൽ എണ്ണ ഉണ്ടാക്കാനായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഞങ്ങൾ കിൻഡർഡൈക്ക് ഓൾറെഡി പോയി കണ്ട് അവിടെ വിശദമായിട്ടൊരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്തതായതുകൊണ്ട് അതിനകത്ത് എങ്ങനെയാണ്, അതായത് എങ്ങനെയാണ് ഒരു വിൻഡ് മില്ലിനകത്ത് ആൾക്കാർ താമസിച്ചതെന്നും അതുപോലെ എങ്ങനെയാണ് ഒരു വിൻഡ് മില്ല് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നും പല കാര്യങ്ങൾ നമ്മൾ അവിടെ പോയപ്പോൾ കണ്ട് മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഈ വിൻഡ് മില്ലിനകത്ത് കയറി കാണണം എന്നുള്ളൊരു ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരേണ്ട സ്ഥലങ്ങളാണ് ഒന്ന് ഈ ഷോൺസും അതുപോലെ കിൻഡർഡൈക്കും. അപ്പോൾ കിൻഡർഡൈക്കിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. യൂറോപ്പിലെ വീടുകൾക്കെല്ലാം ഒരു പ്രത്യേക ശൈലിയുണ്ട്. പക്ഷേ ഇവിടെയാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് വളരെ വ്യത്യാസമായിട്ടാണ് നമുക്ക് തോന്നും. ഈ വീട് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് 1667 പണിതൊരു വീടാണ്. മിക്ക വീടുകളും ഇതുപോലെ തന്നെ ഒരു ഡാർക്ക് കളർ തീമും കൊടുത്ത് പച്ച പെയിൻ്റൊക്കെ അടിച്ച് വളരെ ഭംഗിയുണ്ട് തടി കൊണ്ട് തീർത്ത വീടുകളാണ്. അതിൻ്റെ അടുത്തത് ഇതുപോലെ അവരുടെ വിൻഡ് മില്ലും കാണാം. ഈ ഡച്ച് ഗ്രാമം നിങ്ങൾക്ക് നടന്ന് കാണുന്നതിലുപരി ഈ സാൻ നദിയിലൂടെ ഒരു ക്രൂയിസ് യാത്ര അല്ലെങ്കിൽ ഒരു ഫെറി യാത്ര നടത്തണമെങ്കിൽ ഇവിടെ ഫെറി സർവീസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കയറി വരുമ്പോൾ തന്നെ ആ ഷോൺസ് എന്ന് പറയുന്ന മ്യൂസിയത്തിൽ നിങ്ങൾക്ക് അതിന് ടിക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. അപ്പം ഇതുപോലെ ഈ ഫെറിയിലൂടെ ഈ നദിയിലൂടെ നമുക്കൊരു ഫെറി യാത്ര നടത്തുകയും ചെയ്യാം. നെതർലൻഡ്സിലെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് ചെയിനാണ് ആൽബർട്ട് ഹൈം. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മളൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട് ആ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നത്. ആ സൂപ്പർ മാർക്കറ്റിൻ്റെ ഏറ്റവും ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് 1887 തുടങ്ങിയ ആദ്യത്തെ ആൽബർട്ട് ഹൈമിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 12 മീറ്റർ സ്ക്വയറിൽ തുടങ്ങിയൊരു കടയാണ് ഇന്ന് നമ്മൾ കാണുന്ന നെതർലൻഡ്സിലെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ചെയിനായ 970 സ്റ്റോറുകളുള്ള ഈ ആൽബർട്ട് ഹൈം. നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ മുട്ടായികൾ ഇട്ടുകൊണ്ടിരുന്ന ചില്ല് ഭരണികളുള്ള
ഇരുമ്പ് ത്രാസമുള്ള അല്ലെങ്കിൽ പത്രപേപ്പറുകളിൽ സാധനങ്ങൾ പൊതിഞ്ഞ് തന്നുകൊണ്ടിരുന്ന ഒരു പലചരക്ക് കട എങ്ങനെയാണോ അതുപോലെ തന്നെ ഇരിക്കും ഇത്. 19ാം സെഞ്ചുറിയിലെ ഇവരുടെ ക്യാഷ് രജിസ്റ്റർ തൊട്ട് വിൻറ്റേജ് മോഡലിലെ പലതരത്തിലുള്ള പാത്രങ്ങളും പല സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്റ്റോറേജ് കണ്ടെയ്നേഴ്സും ഇവിടെ കാണാമെന്ന് മാത്രമല്ല, ഈ കടയുടെ തൊട്ട് പുറകിലായിട്ട് ആൽബർട്ട് ഹൈനിന്റെ തന്നെ സ്വന്തം ബ്രാൻഡായ ഗോൾഡ് പേർല കോഫിയുടെ തുടക്കം തൊട്ട് ആ സമയത്ത് ഈ ബ്രാൻഡ് എങ്ങനെയാണ് അവർ വിറ്റിരുന്നത്, പലതരം ലേബലുകൾ ഏതൊക്കെയായിരുന്നു, കോഫി ബീൻസ് റോസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന മെഷീനുകൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ അറിയാൻ സാധിക്കും. അതോടൊപ്പം നമുക്ക് €2 കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കാപ്പി ആസ്വദിക്കുകയും ചെയ്യാം. ഷോൺസിൽ വന്നു കഴിഞ്ഞാൽ പല മ്യൂസിയങ്ങളിൽ കയറി കാണുന്നത് കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കയറി കാണാൻ പറ്റുന്ന ഒരു മ്യൂസിയം കൂടിയാണിത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ബേക്കറി മ്യൂസിയത്തിലാണ്. ബേക്കറി മ്യൂസിയം എന്ന് പറയുമ്പം ഇത് ശരിക്കും ഒരു സ്വീറ്റ് ഷോപ്പാണ്. പക്ഷെ പണ്ട് കാലത്ത്, അതായത് 17-18ാം സെഞ്ചുറിയിൽ എങ്ങനെയായിരുന്നു ഇവരൊരു ബേക്കറി സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്നുള്ള കാര്യങ്ങളും അതുപോലെ അതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്വീറ്റ്സും അതുപോലെ വേഫിൾസും അങ്ങനെ കുറേ സാധനങ്ങൾ മേടിക്കാനായിട്ടും കഴിയും. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവർ ആ വിൻറ്റേജ് സ്റ്റൈലിൽ ഒരുക്കി വെച്ചേക്കുന്നത്. ആ ഒരു പഴയ ശൈലി കൊണ്ടുവരാനായിട്ട് അവർ എല്ലാ കടകളിലും മ്യൂസിയത്തിലും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഷോൺസിൻ്റെ കാഴ്ചകൾ. തീർച്ചയായിട്ടും നിങ്ങൾ ആംസ്റ്റർഡാമിൽ വരുന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് വന്നിരിക്കണം, ഇത് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ ആലപ്പുഴയിലോ അല്ലെങ്കിൽ കുട്ടനാട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് ആ ഒരു പ്രകൃതി ഭംഗി തന്നെ ഇവിടെയുള്ളത്. ഒരു വ്യത്യാസം വിൻഡ്മിൽ ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം എങ്ങനെയാണെന്ന് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾക്ക് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ പറയുക. ഇനിയും ഒരുപാട് ട്രാവൽ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.